Hello dears, welcome back to Xylem Learning. Shweta Misana. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ മക്കളെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് നമ്മുടെ LSSും അതുപോലെ നമ്മുടെ ആനുവൽ എക്സാമും അല്ലേ. അപ്പോൾ LSSന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് ഈ ഒരു LSS ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. കാരണം സാധാ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ LSSന് വരുന്നുണ്ടാവാം. അപ്പൊ നല്ലപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ LSSന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് LSSന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യം നമുക്ക് ചെയ്ത് നോക്കിയാലോ അല്ലെ. എന്താണ് ചോദ്യം എന്ന് കൂടെ നമുക്ക് നോക്കാം. സോ മനു 13 കിലോഗ്രാം തേങ്ങ വിറ്റ് 3 കിലോഗ്രാം അരി വാങ്ങി. എത്ര കിലോഗ്രാമാ തേങ്ങ വിറ്റത്? 13 കിലോഗ്രാം തേങ്ങ വിറ്റപ്പോ മനുവിന് എന്താ കിട്ടിയത്? 3 കിലോഗ്രാം അരിയാണ് കിട്ടിയത്. 3 കിലോഗ്രാം അരിയാണ് നമ്മുടെ മനുക്കൂട്ടിന് കിട്ടിയത്. ഇനി എന്താ നമ്മുടെ ചോദ്യം? 24 കിലോഗ്രാം അരി വാങ്ങാൻ എത്ര കിലോഗ്രാം തേങ്ങ വിൽക്കണം? അതായത് ഈ 3 കിലോഗ്രാം ഉള്ളത് എത്ര കിലോഗ്രാം വേണം എന്നാ പറയുന്നത്? 24 കിലോഗ്രാം ആവണം അല്ലെ. അപ്പോ 24 കിലോഗ്രാം അരി, അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അത് നമുക്കറിയാലോ അല്ലെ, അതാണ് ആവേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ 24 കിലോഗ്രാം റൈസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 3 കിലോഗ്രാം 24 കിലോഗ്രാം ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ്, 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മതി. യെസ്, 3 × 8 അഥവാ 3 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 അഥവാ 24 കിട്ടും. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 3നോട് 8 കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയും നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ × 8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം തേങ്ങയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവല്ലേ. അപ്പൊ 13 × 8 13 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3 × 8 അഥവാ 3 × 8 എന്ന് പറയുന്നത് 24. 8നോട് 1 ഗുണിച്ചാൽ 8 പ്ലസ് 2 10. സോ 104 104 കിലോഗ്രാം ആണ് നമ്മുടെ തേങ്ങ എന്ന് നമുക്ക് കിട്ടും. 104 കിലോഗ്രാം ആണ് നമ്മുടെ തേങ്ങ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടല്ലോ അല്ലെ, എത്ര കിലോഗ്രാം തേങ്ങയാണ് വിൽക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് 104 കിലോഗ്രാം തേങ്ങ വിറ്റാലാണ് നമുക്ക് 24 കിലോഗ്രാം അരി കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? അപ്പോ ഈ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാണ് മിസ്സിന് ബാക്കിയുള്ളത്. അപ്പൊ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി അല്ലേ. 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്ന് മിസ്സിന് അറിയാം. പക്ഷെ മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ LSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കുള്ള LSSന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നല്ലേ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ചോദ്യങ്ങളെക്കാളും കൂടുതൽ അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ LSSന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് വേണ്ടത് നല്ല പോലെ പ്രിപ്പറേഷൻസ് ആണ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ LSSന് വരുന്നുണ്ടാകുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സെയിം സിലബസിലുള്ള കോൺസെപ്റ്റുകൾ തന്നെയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഒരു കുഞ്ഞു ചേഞ്ച് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാണ ബാച്ച്, നമ്മുടെ 4ാം ക്ലാസ്സിലെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ നമ്മുടെ പ്രാണ ബാച്ച് ഉണ്ട്. അപ്പൊ ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിരുന്ന ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് LSS ആർക്കുള്ള ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ജ്വാല ബാച്ചാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അത് 2026 LSS ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ബാച്ചാണ് ജ്വാല ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കിട്ടുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും വേഗം അഡ്മിഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് മിസ്സിന് പറയാനുള്ളത്. വേഗം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. നമുക്ക് LSSനുള്ള പ്രിപ്പറേഷൻസും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീണ്ടും LSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ.